വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു മട്ടൺ ലിവർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അതിനായിട്ട് 1/2 കിലോയോളം മട്ടൺ ലിവർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു സബോള, ഒരു ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി മട്ടൺ ലിവർ അതിൻ്റെ പാക്കൊക്കെ തുറന്ന് നമുക്ക് അത് ചെറിയ ചെറിയ പീസുകളാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെ നേരത്തെ നന്നാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, സബോള എല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മട്ടൺ ലിവർ നമുക്കത് ഒരു പാത്രത്തിലിട്ട് നമുക്ക് വേവിക്കാൻ എടുക്കണം. അതിനായിട്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു 1/4 ഭാഗത്തോളം ഇഞ്ചിയും, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവ ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ നീര്. ആ ചെറുനാരങ്ങയുടെ നീര് 1 ടീസ്പൂണോളം നമുക്ക് അതിലേക്ക് ചേർക്കാം. അപ്പോൾ അത് പെട്ടെന്ന് വേവും ഹാർഡാവില്ല അത്രയധികം. അതിന് വേണ്ടിയാണ് അത് ഒഴിക്കുന്നത്. പിന്നെ 1 കപ്പ് വെള്ളം, ഒരു 200 മില്ലിയോളം വരുന്ന കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. അതൊരു 20 മിനിറ്റോളം ആകുമ്പോൾ ഈ വെള്ളം ഏകദേശം വറ്റി കഴിയുമ്പോൾ ഫുൾ തീയിലിടണ്ട, ഒരുവിധം തീയിലിട്ട് ഒരുവിധം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിടണം. എന്നിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ലിവർ ആവശ്യത്തിന് വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുകയാണ്, തണുപ്പായതുകൊണ്ടാണ്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ ഇച്ചിരി ഇഞ്ചിയും കൂടി ഉണ്ടായിരുന്നു, അതും കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഉണ്ട് കേട്ടോ, ഒരു മീഡിയം സൈസ് സവാള, അതും അരിഞ്ഞത് ഇട്ടിട്ട് നന്നായി ഡ്രൈ ആയിട്ട് ഫ്രൈ പോലെ ആയിട്ടെടുക്കണം. നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഒരുവിധം പാകമായിട്ടുണ്ട്. അതൊരുവിധം ഫ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലിനി മസാലകൾ ചേർക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇനിയും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇതിൽ മുളക് പൊടിയൊന്നും അധികം ഇടാൻ പാടില്ല, കാരണം കുരുമുളക് പൊടി ആയിരിക്കും കൂടുതൽ നല്ലത്, നല്ല ബ്ലാക്ക് കളറ് വരാനായിട്ട്. പിന്നെ മല്ലിപ്പൊടി കുറച്ചിടാം, ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി കുറച്ച് മതി. പിന്നെ ഇനി 1 സ്പൂണോളം വേണം, ടീസ്പൂണല്ല 1 സ്പൂണോളം എന്തായാലും വേണം കുരുമുളക് പൊടി. അതിന് ശേഷം മട്ടനൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അത് കുറവുണ്ടെങ്കിൽ നമുക്ക് അത് ചേർക്കാവുന്നതാണ്. പിന്നെയും ഗരം മസാല 1 ടീസ്പൂൺ ഇട്ടു. ഈ ഗരം മസാലയും കുരുമുളക് പൊടിയും ഒരുവിധം ഫ്രൈ ആയതിന് ശേഷവും ചേർത്തിട്ട് പിന്നെ കുറച്ച് നേരം ഇളക്കിയാലും അതെല്ലാം പിടിക്കും. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുത്തു. ഇനി അത് എല്ലാം നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അത് നല്ല ഫ്രൈ ആവാൻ വേണ്ടി വെക്കണം. വെളിച്ചെണ്ണ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മുകളിൽക്കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. അങ്ങനെ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഫുൾ ടൈം ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നിരത്തിയിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയോ. ഇപ്പോൾ ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെയും 1 ടീസ്പൂണോളം ഗരം മസാലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയും ഒരുവിധം നന്നായി ഇളക്കി ഒരുവിധം നല്ല ഡ്രൈ ആവുന്ന വരെ വെക്കാം. അങ്ങനെ ഒരുവിധം നല്ല ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ചും കൂടി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അത് നല്ല ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് പകർത്താം. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് പകർത്തി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഒരു 3-4 മുട്ട പുഴുങ്ങിയിട്ട് അതിൽ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയത് വെറുതെ തിന്നാൻ നല്ല രസമാണ്. അപ്പോൾ അതും നമുക്ക് കുറച്ച് കഴിക്കാം. ലിവറും ചോറിൻ്റെ കൂടെ എടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൺ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.